CPM പാർട്ടി രേഖ പുറത്തായ സംഭവം ആസൂത്രിതമെന്ന് ജി സുധാകരൻ. അനുരഞ്ജനത്തിനെത്തിയ CS സുജാത അടക്കമുള്ള നേതാക്കളോടാണ് സുധാകരൻ പരാതി പറഞ്ഞത്. റിപ്പോർട്ട് പുറത്തുവിട്ടയാളെ കണ്ടെത്തുമെന്ന് സുജാത സുധാകരന് ഉറപ്പ് നൽകി. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി തലത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജി സുധാകരൻ വിമർശനപരമായ കാര്യങ്ങൾ തുറന്ന് പറയുന്നുമുണ്ട്, അല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ തന്നെ ജി സുധാകരനെതിരെയുള്ള പടയൊരുക്കം CPM-ൽ ഒരു വിഭാഗം തുടങ്ങിയതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ജി സുധാകരന് എതിരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അധിക്ഷേപങ്ങളും എല്ലാം ആരംഭിച്ചത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ജി സുധാകരൻ അതിനെതിരെ ശക്തമായ നിലപാടും പരസ്യമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാത അടക്കമുള്ള, ഇല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇന്ന് ജി സുധാകരനുമായി നേരിട്ട് വീട്ടിലെത്തി അനുനയ സംഭാഷണങ്ങൾ നടത്തിയത്. അതിനിടയിലാണ് ജി സുധാകരൻ തന്റെ അതിർത്തികൾ കൃത്യമായി തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഉള്ള ചർച്ചകൾ മുന്നോട്ട് വന്നത്. അത് എന്തു തന്നെയായാലും ജി സുധാകരനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് അത് അംഗീകരിച്ചു പോകാൻ പറ്റില്ല എന്ന ഒരു സമീപനത്തിലേക്ക് പാർട്ടി നേതൃത്വം വരുന്നു എന്നത് തന്നെയാണ് ഇതിലൂടെ എല്ലാം വരുന്ന സൂചന. ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ CPM-നുള്ളിൽ നിന്ന് തന്നെ അത് CPM പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർ തന്നെയാണ് സുധാകരനെ അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുന്നത്. അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ തടയിടാനുള്ള സമീപനങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും എന്നത് അറിയിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് സുധാകരൻ നീങ്ങുന്നതും ആ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതും. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.